അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലെ ലേറ്റസ്റ്റ് അസസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വിലയിരുത്തൽ ചോദ്യങ്ങളൊന്ന് നോക്കാം അല്ലേ. Question 1. Write down the names of some devices that work based on the principle of electromagnetic induction. അതായത് വൈദ്യുത കാന്തിക പ്രേരണ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതാനും ഉപകരണങ്ങളുടെ പേരെഴുതുക. വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. നമുക്ക് ഉത്തരത്തിലേക്കൊന്ന് പോവാം. ഇലക്ട്രിക് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, മൂവിംഗ് കോയിൽ, ഗാൽവനോമീറ്റർ, ഇൻഡക്ഷൻ കുക്കർ അല്ലേ. അതായത് ഇലക്ട്രിക് ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ, ഇൻഡക്ഷൻ കുക്കർ എന്നിവയൊക്കെ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്? വൈദ്യുത കാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ചോദ്യം 2. Question 2. What are the components essential for providing electromagnetic induction experimentally? വൈദ്യുത കാന്തിക പ്രേരണം പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഘടകങ്ങൾ വേണം, ഏതൊക്കെ കോമ്പണൻസ് വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈസിയാണ്, നമുക്കറിയാം. നമ്മൾ എക്സ്പെരിമെൻ്റ് കാണിച്ചു തന്നിരുന്നു അല്ലേ. ഏതൊക്കെയാണ്? മാഗ്നറ്റ്, സോഫ്റ്റ് അയൺ കോർ, കണക്റ്റിംഗ് വയർ ആൻഡ് ഗാൽവനോമീറ്റർ. അതായത് ഒരു കവചിത കമ്പിച്ചുരുൾ, ഗാൽവനോമീറ്റർ, കാന്തം, കണക്റ്റിംഗ് വയർ, ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാമഗ്രികൾ. നമ്മൾ കണ്ടിരുന്നു അല്ലേ, കാന്തത്തെ കമ്പിച്ചുരുളിൻ്റെ ഉള്ളിലേക്ക് നീക്കിയപ്പോഴും പുറത്തേക്ക് എടുത്തപ്പോഴൊക്കെ ഗാൽവനോമീറ്ററിൻ്റെ സൂചി, നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. Question 3. ചോദ്യം 3. Which are the factors that affect the induced EMF in electromagnetic induction? വൈദ്യുത കാന്തിക പ്രേരണ ഫലമായി ഉണ്ടാവുന്ന പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഘടകങ്ങളിലേക്കൊന്ന് പോകാം അല്ലേ. നമ്മൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഏതൊക്കെ കാര്യങ്ങൾ ആശ്രയിക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എന്താണ് ഫസ്റ്റത്തത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ആർമേച്ചർ അല്ലേ. അതായത് കമ്പിച്ചുറ്റുകളുടെ എണ്ണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്, അതായത് കാന്തിക മണ്ഡലത്തിന്റെ ശക്തി അല്ലേ. കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ പ്രേരിത EMF വർദ്ധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ആർമേച്ചർ ഓർ ഫീൽഡ് മാഗ്നറ്റ്, അതായത് ചലന വേഗത. അപ്പോൾ കാന്തത്തെ നമ്മൾ പെട്ടെന്ന് ചലിപ്പിക്കുക അല്ലെങ്കിൽ കോയിലിനെ പെട്ടെന്ന് ചലിപ്പിക്കുക, ഫാസ്റ്റായിട്ട് ചലിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ പ്രേരിത EMF എന്ത് ചെയ്യും? വർദ്ധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ആർമേച്ചർ, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, സ്പീഡ് ഓഫ് ആർമേച്ചർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കമ്പിച്ചുറ്റുകളുടെ എണ്ണം, കാന്തിക മണ്ഡലത്തിന്റെ ശക്തി, ചലന വേഗത. Question 4. Take a used cell from a calculator or remote control and connect it to a galvanometer as shown in the figure. What do you observe? ഒരു കാൽക്കുലേറ്ററിൽ നിന്നോ ടിവിയുടെ റിമോട്ട് കൺട്രോളിൽ നിന്നോ ഒഴിവാക്കിയ ഉപയോഗശൂന്യമായ സെല്ലെടുത്ത് ഒരു ഗാൽവനോമീറ്ററുമായി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രകാരം ഘടിപ്പിക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? അതായത് നമ്മളൊരു ബാറ്ററി, നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി സാധാരണഗതിയിൽ ക്ലോക്കിലും കാൽക്കുലേറ്ററൊക്കെ ഉള്ള ബാറ്ററി, അതേപോലെ റിമോട്ടിലൊക്കെ ഉള്ള ബാറ്ററി എടുത്തിട്ട് നമ്മളൊരു ഗാൽവനോമീറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബാറ്ററിയിൽ നിന്നൊക്കെ കിട്ടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ നേർധാരാ വൈദ്യുതിയാണ് അല്ലേ. സോ ദ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലെക്ട്സ് ടു വൺ ഡയറക്ഷൻ ബിക്കോസ് ദർ ഈസ് എ സ്ലൈറ്റ് കറണ്ട് ഫ്ലോ. ഗാൽവനോമീറ്റർ സൂചി ഒരു ദിശയിലേക്ക് മാത്രം വിഭ്രംശിക്കുന്നു. ഉപയോഗശൂന്യമായ സെല്ലിൽ നിന്ന് വളരെ നേരിയ ഒരു വൈദ്യുത പ്രവാഹം മാത്രമേ സാധ്യമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഗാൽവനോമീറ്റർ കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ ബാറ്ററിയിൽ നിന്ന് ചെറിയൊരു വൈദ്യുതി ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു DC-യോ AC-യോ ഒന്നും നേരിട്ട് ഗാൽവനോമീറ്ററിൽ കൊടുക്കാൻ പാടില്ല. കാരണം ഗാൽവനോമീറ്റർ പറഞ്ഞാൽ ചെറിയ വൈദ്യുതിയെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ആളാണ്. അമിതമായിട്ടുള്ള DC-യോ AC-യോ ഒക്കെ ഗാൽവനോമീറ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ അപ്പം അടിച്ചു പോകും. അപ്പോൾ ഒരിക്കലും നമ്മളൊരു ബാറ്ററി ഡയറക്റ്റ് ആയിട്ട് എവിടെ കൊടുക്കാൻ പാടില്ല? ഗാൽവനോമീറ്ററിൽ കൊടുക്കാൻ പാടില്ല. Question 5. Write down the names of DC sources. നേർധാരാ വൈദ്യുതിയുടെ അല്ലെങ്കിൽ DCയുടെ സ്രോതസ്സുകളുടെ പേരെഴുതുക. ആൻസർ: സെൽ ബാറ്ററി, സോളാർ സെൽ, ജനറേറ്റർ, തെർമോകപ്പിൾ എക്സെട്ര. അതായത് ഒരു സെല്ല് അല്ലെങ്കിൽ ബാറ്ററി, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം അല്ലേ. ഒന്നാണെങ്കിൽ സെല്ല്, ഒന്നിൽ കൂടുതലാണെങ്കിൽ ബാറ്ററി. സോളാർ പാനൽ അല്ലെങ്കിൽ സോളാർ സെല്ല് അല്ലേ,
പിന്നെ ഒരു DC ജനറേറ്റർ അല്ലെങ്കിൽ തെർമോ കപ്പിൾ പോലുള്ള ആൾക്കാരാണ് നമുക്ക് DC സ്രോതസ്സായിട്ട് ഉള്ളത്. Question 6. Write down the names of parts numbered. State the working principle of this device. അതായത് ചിത്രത്തിൽ നമ്പർ ഇട്ടിട്ടുള്ള ഭാഗങ്ങളുടെ പേര് എഴുതുക. ഈ ഉപകരണത്തിന്റെ പ്രവർത്തന തത്വം പ്രസ്താവിക്കുക. ഈ ചോദ്യം പരീക്ഷയ്ക്ക് സാധാരണ കണ്ടുവരാറുണ്ട്. അതായത് ഈ ജനറേറ്ററിൻ്റെയോ മോട്ടോറിൻ്റെയൊക്കെ പാർട്ട് തന്നിട്ട്, ഇത് ജനറേറ്ററാണ് നമുക്കറിയാം അല്ലേ, DC ജനറേറ്ററാണ്, പാർട്ട് തന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ എപ്പോഴും ചോദിക്കാറുണ്ട്. The main parts are field magnet, armature, slip ring and brush. Whenever there is a change in magnetic flux linked with a coil, an EMF is induced in the coil. This phenomena is electromagnetic induction. അതായത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫീൽഡ് കാന്തം, ആർമേച്ചർ, സ്ലിപ്പ് റിംഗ്, ഗ്രാഫൈറ്റ് ബ്രഷ് അല്ലേ. ഇവിടെ നടക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണ തത്വമാണ്. നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ. അതായത് ഒരു ചാലകവുമായിട്ട് ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം അല്ലെങ്കിൽ വ്യതിയാനം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകും, ഒരു EMF പ്രേരിതമാകുന്നു. ഈ ഒരു പ്രതിഭാസം നമ്മളെന്ന് വിളിക്കുക ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് വിളിക്കുന്നത്. Question 7. Write down the special features of AC and DC. നേർധാരാ വൈദ്യുതി അല്ലെങ്കിൽ DC-യുടെയും പ്രത്യാവർത്തി ധാരാവൈദ്യുതി അല്ലെങ്കിൽ AC-യുടെയും പ്രത്യേകതകൾ എഴുതുക. DC current flows in one direction, whereas AC current direction changes continuously. ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയെ നമ്മളെന്ന് വിളിക്കുക നേർധാരാ വൈദ്യുതി അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മളെന്ത് വിളിക്കുക, AC എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി എന്ന് പറയുന്നത്. Question 8. Analyze the given graph and find out the instances at which the EMF is maximum and minimum. താഴെ കൊടുത്ത AC-യുടെ ഗ്രാഫ് വിശകലനം ചെയ്ത് ഏതെല്ലാം സമയത്താണ് EMF കൂടുതലും കുറവുമെന്ന് എഴുതുക. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് എവിടെയാണ് EMF കൂടുതലുള്ളത് കുറവുള്ളതെന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ 4 പാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ T/4 മാക്സിമം ഉണ്ടാവുക അല്ലേ. അതേപോലെ 3T/4 ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഏറ്റവും കുറവുണ്ടാവുക T/2 അതേപോലെ 0 അല്ലേ. 0 T/2 ഏറ്റവും കുറവുണ്ടാകുക. Question 9. There is only one type of generator, that is AC generator. Write down your responses about this statement. അതായത് ജനറേറ്റർ ഒരു തരമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ AC ജനറേറ്റർ എന്ന് വിളിക്കുന്നു. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. Generator are two types based on the nature of the output. First one we call as AC generator and second one we call as DC generator. In both generator, AC is generated in the armature coil. But in DC generator, AC is converted into DC in the external circuit with the help of a split ring commutator. അതായത് ഔട്ട്പുട്ടിൻ്റെ സ്വഭാവം അനുസരിച്ച് ശരിക്ക് 2 ജനറേറ്ററുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് AC ജനറേറ്ററും DC ജനറേറ്ററും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ AC ജനറേറ്റർ മാത്രമേ ഉള്ളൂ. ശരിയാണ്, അവർ പറഞ്ഞ പ്രസ്താവന ശരിയാണ്. പക്ഷേ നമ്മൾ AC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ സ്പ്ലിറ്റ് റിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, DC കിട്ടും അല്ലേ. അതായത് ഔട്ട്പുട്ടിൻ്റെ സ്വഭാവം അനുസരിച്ച് ജനറേറ്ററുകൾ AC ജനറേറ്റർ എന്നും DC ജനറേറ്റർ എന്നിങ്ങനെ 2 വിധത്തിലുണ്ട്. ഒരു DC ജനറേറ്ററിൽ AC വൈദ്യുതി തന്നെയാണ് അർമേച്ചറിൽ ഉൽപ്പാദിക്കപ്പെടുന്നതെങ്കിലും സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടർ സംവിധാനത്തിലൂടെ ഇതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, DC ആക്കി മാറ്റുന്നു. Question 10. Line diagrams of a generator are given. 2 ജനറേറ്ററിൻ്റെ ലൈൻ ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. Question A. What is the specialty of the electricity reaching the galvanometer if the armatures of both the generator made to rotate? Question B. What is the specialty of electricity reaching the galvanometer if the field magnets of both the generator are made to
rotate. Draw the graphical representation of electricity obtained in both. ജനറേറ്ററിന്റെ 2 രേഖാചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ആർമേച്ചർ ആണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, രണ്ടിൻ്റെയും ആർമേച്ചറിന് പകരം ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്താണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2 സന്ദർഭങ്ങളിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് ചിത്രീകരിക്കുക. ഈ ചോദ്യം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, ഉത്തരം വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. ആൻസർ ഇൻ ഫിഗർ 1, DC with varying intensity. Galvanometer needed deflects to one direction. But in figure 2, AC galvanometer needed deflects in both direction. അതായത് ചിത്രം 1-ൽ ഏറ്റക്കുറച്ചിലുണ്ടാവുന്ന DC ഉണ്ടാവും അല്ലേ. ചിത്രം 2-ൽ എന്താണ്, AC ആണ് ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ ബിയുടെ ഉത്തരം ചിത്രം 1-ലും ചിത്രം 2-ലും എന്താ ഉണ്ടാവുക, AC ആണ് ഉണ്ടാവുക. ഓപ്ഷൻ സി, രണ്ടിൻ്റെയും ചിത്രം അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വരക്കാവുന്നതുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം വരാനുള്ള രണ്ടാമത്തെ ചോദ്യമാണ്, അതായത് എന്തുകൊണ്ടാണ് രണ്ടിലും AC ആയത് എന്നുള്ളത് അല്ലേ. കാരണം അവിടെ ഫീൽഡ് മാഗ്നറ്റ് കറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആർമേച്ചർ ഫിക്സഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ 2 ആർമേച്ചറിൻ്റെയും റിങ്സ് ഒരേപോലെ ആയിട്ട് മാറും അല്ലേ. അതായത് നമുക്ക് ഈ കറണ്ട് DC ആകാനുള്ള ഒരേ ഒരു റീസൺ പറഞ്ഞാൽ സ്പ്ലിറ്റ് റിംഗ് ആണ്. ആ സ്പ്ലിറ്റ് റിംഗ് ഇങ്ങനെ മാറി മറിഞ്ഞ് ബ്രഷിനുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ടാണ് ഒരേ ഡയറക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിനെ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് വെച്ചിട്ട് പിന്നെ ആരെ കറക്കുകയാണ്, നമ്മൾ മാഗ്നറ്റിനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, ഒരിക്കലും ആ റിങ്ങിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ടോ, ഇല്ല. റിങ്ങിൻ്റെ ഡയറക്ഷൻ മാറും, റിങ് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്തായിട്ട് മാറും, AC ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ശരിക്കും ജനറേറ്ററിൽ ഉണ്ടാകുന്ന വൈദ്യുതി AC ആണ്. അതിന് DC ആക്കി മാറ്റുന്നതാണ് ആര്, സ്പ്ലിറ്റ് റിങ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. പ്രവർത്തനം നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന കറണ്ടും DC ജനറേറ്ററിൽ ഉണ്ടാകുന്ന കറണ്ടും എന്തായിട്ട് മാറും, AC ആയിട്ട് മാറും. Question 11. Electromagnetic induction is charging a substance. Process of developing a magnetic field around a coil by passing electricity through a coil. C. Process of rotating the armature of a generator. Question D. Process of making electricity by the relative motion of a magnet or a coiled conductor. അതായത് വൈദ്യുത കാന്തിക പ്രേരണം എന്നുള്ളത് ഒരു പദാർത്ഥത്തെ വൈദ്യുത ചാർജ് ഉള്ളതാക്കുന്ന പ്രക്രിയയാണ്. ബി. ഒരു കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ച് കാന്തിക മണ്ഡലം സംജാതമാക്കുന്ന പ്രക്രിയയാണ്. ഒരു വൈദ്യുത ജനറേറ്ററിന്റെ ആർമേച്ചർ കറക്കുന്ന പ്രക്രിയയാണ്. ഒരു കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം പ്രേരിത വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് അല്ലേ. അതായത് പ്രോസസ് ഓഫ് മേക്കിംഗ് ഇലക്ട്രിസിറ്റി ബൈ റിലേറ്റീവ് മോഷൻ ഓഫ് എ മാഗ്നറ്റ് ഓർ എ കോയിൽഡ് കണ്ടക്ടർ. അതായത് ഒരു കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം പ്രേരിത വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ആൻസർ എന്താണ്, ഡി. Question 12. Which is the device used to generate electricity? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 4 ഓപ്ഷൻ വായിക്കാം. ഫസ്റ്റ് വൺ ജനറേറ്റർ, ബി ഗാൽവനോമീറ്റർ, സി മോട്ടോർ, ഡി അമീറ്റർ അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഉപകരണങ്ങൾ? ജനറേറ്റർ, ഗാൽവനോമീറ്റർ, മോട്ടോർ, അമീറ്റർ. നമുക്ക് എളുപ്പത്തിൽ അറിയാം, ഓപ്ഷൻ യാതൊരു സംശയവുമില്ല, ഫസ്റ്റ് ഓപ്ഷനാണ് ജനറേറ്റർ അല്ലേ. ജനറേറ്ററിലാണ് നമുക്ക് വൈദ്യുതി ഉണ്ടാവുക, ജനറേറ്റർ. Question 13. Write down the similarities and the differences in the structure of AC generator and DC generator. അതായത് AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസങ്ങളും സാമ്യതകളും എഴുതുക. ഫസ്റ്റ് നമുക്കതിൻ്റെ സിമിലാരിറ്റി ഒന്ന് നോക്കാം, പിന്നെ അതിൻ്റെ ഡിഫറൻസ് അല്ലേ. സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ AC-ലെ അർമേച്ചർ ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ്സ് ആർ കോമൺ പാർട്സ്. അർമേച്ചറും ഫീൽഡ് മാഗ്നറ്റും രണ്ടിലുള്ള
സെയിം ആയിട്ടുള്ള കാര്യമാണല്ലേ. പിന്നെ ബോത്ത് വർക്ക്സ് ബേസ്ഡ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. രണ്ടും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. തേർഡ് സിമിലാരിറ്റി ഈസ് എ സി ഈസ് ജനറേറ്റർ ഇൻ ദ ആർമേച്ചർ ഓഫ് ബോത്ത് ജനറേറ്റർ അല്ലേ. രണ്ട് ആർമേച്ചർ കോയിൽ ഉണ്ടാവുന്ന കറണ്ട് എന്താണ്? എ സി ആണ്. ഡിഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ എ സി ജനറേറ്റർ സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രഷ് അറേഞ്ച്മെൻറ്റ്, and in DC we can say split ring and brush arrangement. AC in the external circuit, but in DC in the external circuit. In AC either armature or field magnet is rotated. In DC armature must be rotated. സാമ്യതകൾ പറയുകയാണെങ്കിൽ ഘടനാപരമായി അർമേച്ചർ, ഫീൽഡ് കാന്തം എന്നിവ രണ്ടിലും ഉണ്ട്. ഇവ രണ്ടിലും വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ സാമ്യത പറഞ്ഞാൽ ഇവർ രണ്ടിലും ആർമേച്ചറിൽ ഉൽപ്പാദിക്കപ്പെടുന്നത് ഏതാണ്? എ സി തന്നെയാണ്. വ്യത്യാസം പറയുകയാണെങ്കിൽ എ സിയുടെയും ഡി സിയുടെയും മെയിൻ ആയിട്ടുള്ള വ്യത്യാസം, എ സിയിൽ സ്പ്ലിറ്റ് റിങ്, ബ്രഷ് എന്നിവ ഉപയോഗിക്കുന്നു. ഡി സിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റ് റിങ്, ബ്രഷ് എന്നിവ ഉപയോഗിക്കുന്നു. എ സിയിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? സ്ലിപ്പ് റിങ്, ബ്രഷ് എന്നിവ ഉപയോഗിക്കുന്നു. ഡി സിയിൽ സ്പ്ലിറ്റ് റിങ്, ബ്രഷ് എന്നിവ ഉപയോഗിക്കും. അപ്പോൾ ഡി സിയിൽ സ്ലിപ്പ് റിങ്ങിന് പകരം ഏതാ ഉപയോഗിക്കുന്നത്? സ്പ്ലിറ്റ് റിങ് ആണ് കേട്ടോ. എ സിയുടെ മറ്റൊരു പ്രത്യേകത, ബാഹ്യ സർക്യൂട്ടിൽ നമുക്ക് എ സി ലഭ്യമാകുന്നു. ഡി സിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാഹ്യ സർക്യൂട്ടിൽ നമുക്ക് ഏതാ കിട്ടുന്നത്? ഡി സി ആണ് ലഭ്യമാകുന്നത്. എ സിയിൽ അർമേച്ചറിനെയോ കാന്തത്തെയോ കറക്കി നമുക്ക് എ സി ലഭിക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ ഘടന ഉള്ളത്. പക്ഷേ ഡി സിയിൽ അർമേച്ചർ കറക്കുന്നതിലൂടെ മാത്രമേ ഡി സി ലഭ്യമാകാൻ കഴിയുകയുള്ളൂ എന്ന രീതിയാണ് ഇതിൻ്റെ ഘടന. അതായത് നമുക്ക് കാന്തത്തെ കറക്കാൻ കഴിയില്ല. കാന്തത്തെ കറക്കി കഴിഞ്ഞാൽ ഡി സി കിട്ടൂല. അവിടെ എന്താ കിട്ടുക? എ സി ആണ് കിട്ടുക. Question 14. A conductor hung horizontally in the north-south direction is connected to a galvanometer. The conductor is situated in a magnetic field acting in the east-west direction. In which direction should you move the conductor if maximum current is to be induced in the conductor in the north-south direction? Justify your answer. അതായത് തെക്ക് വടക്ക് ദിശയിൽ തിരശ്ചീനമായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചാലകത്തിന്റെ രണ്ട് അഗ്രങ്ങളും ഗാൽവനോമീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ പ്രവർത്തിക്കുന്ന ഒരു കാന്തിക മണ്ഡലത്തിലാണ് ചാലകം സ്ഥിതി ചെയ്യുന്നത്. ചാലകത്തിലൂടെ തെക്ക് വടക്ക് ദിശയിൽ പരമാവധി വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ ചാലകം ഏത് ദിശയിൽ ചലിപ്പിക്കണം? ഉത്തരം സാധൂകരിക്കുക. ആൻസർ ബി ആണ് അല്ലേ. ഡൗൺവേർഡ്സ് ആയിരിക്കും. അതായത് ഡൗൺവേർഡ് ഡയറക്ഷൻ. വി ഹാവ് ടു യൂസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. നമുക്ക് താഴേക്ക് ചലിപ്പിക്കണം അല്ലേ. എവിടെ ഉപയോഗിക്കേണ്ട നിയമം എന്ന് പറയുന്നത് ഫ്ലെമിങ്ങിന്റെ വലതു കൈ നിയമമാണ്. Question 15. Copper wires of the same length and thickness are connected to points A and B in the all three circuits. In circuit A, copper wire is not coiled, but in the circuit B and C, copper wire is coiled. Observe the circuit and answer the following questions. 3 ചിത്രം തന്നിട്ടുണ്ട്. 3 ചിത്രത്തിൻ്റെയും കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ സർക്യൂട്ട് എ ഈസ് സ്വിച്ച്ഡ് ഓൺ വാട്ട് ഡു യു ഒബ്സർവ്? ക്വസ്റ്റ്യൻ ബി, വെൻ സർക്യൂട്ട് ബി ഈസ് സ്വിച്ച്ഡ് ഓൺ വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ക്വസ്റ്റ്യൻ സി, വെൻ സർക്യൂട്ട് സി ഈസ് സ്വിച്ച്ഡ് ഓൺ what change do you observe in the intensity of light? Justify your answer. ഒരേ നീളവും വണ്ണവുമുള്ള ചെമ്പ് കമ്പികൾ 3 സമാന സർക്യൂട്ടുകളും എ ബി എന്നീ ബിന്ദുക്കളായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സർക്യൂട്ട് എയിൽ ചെമ്പ് കമ്പി ചുരുളാക്കാതെയും സർക്യൂട്ട് ബിയിലും ബി സി എന്ന സർക്യൂട്ടിൽ ചുരുളാക്കിയും ഉപയോഗിച്ചിരിക്കുന്നു. സർക്യൂട്ട് നിരീക്ഷിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. അതായത് ഫസ്റ്റത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം സ്ട്രെയിറ്റ് കോപ്പർ വയർ, രണ്ടാമത്തേതും മൂന്നാമത്തേലും കോപ്പർ വയർ വൈൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ കൊടുത്തിരിക്കുന്ന സർക്യൂട്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഉത്തരം. അതിൽ നിങ്ങളുടെ ഉത്തരം കിട്ടുക. ഫസ്റ്റ് ചോദ്യം, സർക്യൂട്ട് എയിൽ സ്വിച്ച് എസ് ഓൺ ചെയ്യുമ്പോൾ എന്ത് നിരീക്ഷിക്കുന്നു? ചോദ്യം ബി, സർക്യൂട്ട് ബിയിൽ സ്വിച്ച് എസ് ഓൺ ചെയ്യുമ്പോൾ ബൾബിൻ്റെ പ്രകാശ തീവ്രതയ്ക്ക് എന്ത് വ്യത്യാസമാണ് നിരീക്ഷിച്ചത്? ഉത്തരം സാധൂകരിക്കുക. ചോദ്യം 3, സർക്യൂട്ട് സിയിൽ സ്വിച്ച് എസ് ഓഫ് ചെയ്യുമ്പോൾ പ്രകാശ തീവ്രതയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ഉത്തരം സാധൂകരിക്കുക. ആൻസർ, ലെറ്റ് us go to the answer. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം.
ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ബൾബ് ഗ്ലോസ് ബ്രൈറ്റ്ലി. ആദ്യത്തേത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ബൾബ് നല്ലപോലെ പ്രകാശിക്കും അല്ലേ, അതായത് ബൾബ് പ്രകാശിക്കുന്നു. ചോദ്യം ബിയുടെ ഉത്തരം എന്ന് പറയും ബൾബ് ഗ്ലോ വിത്ത് സെയിം ബ്രൈറ്റ്നസ്, ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഡസ് നോട്ട് ചേഞ്ച് ആസ് DC passes through the conductor, no back EMF is produced and self-induction does not take place. എന്ന് പറഞ്ഞാൽ പ്രകാശ തീവ്രതയിൽ മാറ്റം ഉണ്ടാവില്ല, കാരണം അവിടെ DC ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. DC ഉപയോഗിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവില്ല, സെൽഫ് ഇൻഡക്ഷൻ ഒന്നും നടക്കില്ല, കറണ്ട് സുഖമായിട്ട് അതിൽ പോയി ബൾബ് നല്ലപോലെ പ്രകാശിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്തായിരുന്നു? ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസ്. എന്തുകൊണ്ടാണ് മൂന്നാമത്തെ ഇതിൽ ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറഞ്ഞത്? ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയാനുള്ള കാരണം ആസ് AC പാസ് ത്രൂ ദ സോളിനോയിഡ് എ ബാക്ക് EMF ഈസ് പ്രൊഡ്യൂസ് ഇൻ ദ സെയിം സോളിനോയിഡ് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. That is what we are calling as self-induction. So the self-induction takes place and effective EMF reduces. അതായത് തന്നിട്ടുള്ള എല്ലാ സർക്യൂട്ടിലെയും വൈദ്യുത സ്രോതസ്സിൻ്റെ EMF തുല്യമെങ്കിൽ മൂന്നാമത്തെ സർക്യൂട്ടിൽ എന്താണ്? ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയും. കാരണം അവിടെ എന്ത് നടക്കുന്നു? സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും. കാരണം അവിടെ കൊടുത്തിട്ടുള്ളത് AC ആണ് അല്ലേ, അവിടെ കൊടുത്തിട്ടുള്ള AC ആണ്. അപ്പോൾ AC കോയിലൂടെ പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും? സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവും. സെൽഫ് ഇൻഡക്ഷൻ മൂലം ബാക്ക് EMF ഉണ്ടാകുകയും സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് അല്ലെങ്കിൽ സഫല വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. Question 16. The current in the secondary coil of a transformer is 1 ampere and that in the primary is 0.5 ampere. What type of transformer is this? B. If 200 voltage is available in the secondary coil of this transformer, what is the voltage in the primary? Question C. Explain the working principle of a transformer. അതായത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ വൈദ്യുത പ്രവാഹ തീവ്രത 1 ആംപിയറും പ്രൈമറിയിലെ വൈദ്യുത പ്രവാഹ തീവ്രത എത്രയാണ്? 0.5 ആംപിയറുമാണ്. ചോദ്യം 1, ഇത് ഏത് തരം ട്രാൻസ്ഫോമറാണ്? അവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടും, വളരെ എളുപ്പത്തിൽ കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 200 വോൾട്ടേജ് ലഭിക്കുമെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? ക്വസ്റ്റ്യൻ സി. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം വിശദീകരിക്കുക. ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണല്ലേ. അപ്പോൾ ഇവിടെ ഫോർമുല നമ്മൾ ഉപയോഗിക്കുക. ഏതാണ് ഫോർമുല? VP × IP = VS × IS. VP IP = VS IS. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? VP പ്രൈമറി വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് കാണാനുള്ള സമവാക്യം എന്താണ്? VS IS / IP, അതായത് VS × IS / IP. VSൻ്റെ വില 200 ആയിരുന്നു. IS എന്താ? VS എന്നാൽ സെക്കൻഡറി വോൾട്ടേജിൻ്റെ വില 200 അല്ലേ, ഇൻറ്റു IS സെക്കൻഡറി കറണ്ട് എന്ന് പറയുന്നത്. സെക്കൻഡറിയിലെ കറണ്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു, എത്രയാണ്? 1. അപ്പോൾ 200 × 1 ഹരിക്കണം / IP പ്രൈമറി വോൾട്ടേജ്, IP പ്രൈമറി കറണ്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. പ്രൈമറി കറണ്ട് എന്നുള്ളത് എന്താണ്? 0.5 ആണ്. അപ്പോൾ എത്ര കിട്ടുക? 200 × 1/0.5. അപ്പോൾ 200 × 1 എന്ന് പറഞ്ഞാൽ 200/0.5 എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുക എത്രയാണ്? 400 വോൾട്ടാണ്. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് എത്രയാണ്? 200. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് എത്രയാണ്? 400 വോൾട്ട്. സെക്കൻഡറി വോൾട്ടേജോ 200. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് തരം ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് അല്ലേ. ഇനി ഓപ്ഷൻ സിയുടെ ഉത്തരം എന്ന് പറയുന്നത് കൺസിഡർ 2 coils of wire kept side by side. When the strength of direction of current in one coil changes, the magnetic flux around it changes. As a result, an EMF is induced in the secondary coil. This phenomena is what we are calling as mutual induction. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം നമ്മൾ വിശദീകരിക്കുകയാണ്. അതായത് രണ്ട് സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന 2 കോയിൽ, ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോയിൽ എന്തുണ്ടാവും? ബാക്ക് EMF ഉണ്ടാവും. ആ ഒരു പ്രതിഭാസം നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ല എഴുതുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ വിശദീകരണമാണ് അവിടെ എഴുതേണ്ടത്. Question 17. In the connection with the working of a microphone, a few statements are given in boxes. Arrange them in a proper sequence. മൈക്രോഫോണിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബോക്സിൽ തന്നവ ശരിയായ ക്രമത്തിൽ എഴുതുക. ഫസ്റ്റ്, വോയിസ് കോയിൽ വൈബ്രേറ്റ്, ഡയഫ്രം വൈബ്രേറ്റ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആർ പ്രൊഡ്യൂസ് ഇൻ ദ വോയിസ് കോയിൽ, സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്.
വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു, ഡയഫ്രം കമ്പനം ചെയ്യുന്നു. വോയിസ് കോയിൽ വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാകുന്നു, ശബ്ദമുണ്ടാകുന്നു. ഇത് കറക്റ്റായ രീതിയിലല്ല. അപ്പോൾ അത് കറക്റ്റായ രീതിയിൽ എഴുതുകയാണ് നമുക്ക് വേണ്ടത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉത്തരമാണ് ഇവിടെ ഉള്ളത്. കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്താണ്? ശബ്ദം ഉണ്ടാകുന്നു, പിന്നെ ഡയഫ്രം കമ്പനം ചെയ്യുന്നു, വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു, വോയിസ് കോയിൽ വൈദ്യുത സിഗ്നൽ ഉണ്ടാകുന്നു അല്ലേ. Question 18. Thick insulated copper wires are used in the primary coil of a step-up transformer and in the secondary of a step-down transformer. What is the necessity of this? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലും കട്ടി കൂടിയ കവചിത കമ്പി കൊണ്ടുള്ള ചുറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ അതേപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമ്മൾ കട്ടി കൂടിയ കവചിത കമ്പി ചുറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ എളുപ്പമാണ് അല്ലേ. ഇൻ എ ട്രാൻസ്ഫോമർ ദ പവർ ഇൻ ദ പ്രൈമറി കോയിൽ ആൻഡ് ദ സെക്കൻഡറി കോയിൽ വിൽ ബി ഈക്വൽ. So current will be high in the primary coil of a step-up transformer and in the secondary coil of a step-down transformer. Thick wires are used here to avoid burning of the coil. അതായത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അവിടെ വോൾട്ടേജിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പവർ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ആകെത്തുകയാണല്ലേ പവർ എന്ന് പറയുന്നത്, അത് എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ അതിനാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലും കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അവിടെ വോൾട്ടേജിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും കറണ്ടിൽ അതേപോലെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് കൂടുതലാവുമ്പോൾ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? കട്ടി കൂടിയ അല്ലെങ്കിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ കോയിൽ ചൂടായി കത്തിപ്പോകാതിരിക്കാനാണ് വണ്ണം കൂടിയ കമ്പികൾ നമ്മളവിടെ ഉപയോഗിക്കുന്നത്. Question 19. Which situation causes short circuit? വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്ന സാഹചര്യം ഏതാണ്? In a household circuit, when phase comes into direct contact with the neutral line. In the distribution line, when two phase lines come in direct contact or phase and neutral line come into contact. അതായത് ഗാർഹിക സർക്യൂട്ടിൽ ഫേസും ന്യൂട്രലും തമ്മിൽ നേരിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴാണ് എന്തുണ്ടാവുക? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുക. ഇനി വിതരണ ശൃംഖല എടുക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ഫേസുകൾ തമ്മിലോ അല്ലെങ്കിൽ ഫേസും ന്യൂട്രലും തമ്മിലോ നേരിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. Question 20. What is the role of earthing wire in a household circuit? ഗൃഹ വൈദ്യുതീകരണത്തിൽ എർത്ത് വയറിൻ്റെ ധർമ്മം എന്താണ്? നിങ്ങൾ വീട്ടിലൊക്കെ എർത്ത് വയർ കണ്ടിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റോൾ, അതിൻ്റെ ധർമ്മം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The function of earth line is to provide safety while handling devices like electric motor, mixie, electric iron, etc. Due to insulation failure or some other reason, there is a chance of presence of current in the metallic body of these devices. If the device is connected with 3-pin plug, current flows through the earth. Earth wire is made thicker and it has low resistance. As current passes through a path of low resistance, current increases and this led to breaking of fuse wire or functioning of MCB. Even though the earth wire is there in the circuit, 3-pin plug must be used for ensuring this safety. അതായത് വൈദ്യുത മോട്ടോർ, മിക്സി, ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സുരക്ഷ നൽകുക എന്നതാണ് എർത്ത് വയറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇൻസുലേഷൻ തകരാറ് മൂലമോ ഉപകരണത്തിൻ്റെ ചട്ടക്കൂട്ടിൽ വൈദ്യുത സാന്നിധ്യം ഉണ്ടായാൽ ഇത് എർത്ത് പിൻ വഴി ഭൂമിയിലേക്ക് ഒഴുകുന്നു. വണ്ണം കൂടിയ വയറാണ് എർത്ത് വയറായി ഉപയോഗിക്കുന്നതെങ്കിൽ പ്രതിരോധം കുറഞ്ഞ ഈ പാതയിലൂടെ എന്ത് സംഭവിക്കും? വൈദ്യുത പ്രവാഹം കൂടുന്നതിൻ്റെ ഫലമായി ഫ്യൂസ് ഉരുകിയോ MCB പ്രവർത്തിച്ചോ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. എർത്ത് വയർ ഗാർഹിക സർക്യൂട്ടിലുണ്ടെങ്കിലും സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ ഇത്തരം ഉപകരണങ്ങളിൽ 3-pin പ്ലഗ് ഉപയോഗിച്ചിരിക്കണം. അതായത് നമ്മൾ എർത്ത് വയർ എപ്പോഴും
കട്ടി കൂടിയ വയറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം അതിലൂടെ ആയിരിക്കും കറണ്ട്, ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായ കറണ്ട് പോകേണ്ടത്. അപ്പോൾ നമ്മളെ ഉപകരണങ്ങളെയും വീടിനെയും സംരക്ഷിക്കുന്ന ഒരു വയറാണ് എർത്ത് വയർ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എർത്ത് വയർ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? 3 പിൻ നിർബന്ധമാണ് അല്ലേ. Question 21. Why do we say that metallic devices should be earthed? ലോഹ ഉപകരണങ്ങൾ എർത്ത് ചെയ്യണമെന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നത് എന്തിനാണ്? Electric shock is likely to happen while handling electric appliances with metallic body. In such devices, the metallic part should be earthed. Thus, we can avoid dangers. Devices like motor, etc. are earthed directly. ഉയർന്ന പവർ ഉപയോഗമുള്ള വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതൽ. ഇത്തരം ഉപകരണങ്ങളുടെ ചട്ടക്കൂട് എർത്ത് ചെയ്താൽ അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാം. അപ്പോൾ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്. മോട്ടോർ പോലുള്ള ഉപകരണങ്ങൾ നേരിട്ട് എർത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് എർത്ത് ചെയ്യുന്നത് നമ്മളെ സേഫ്റ്റിക്ക് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മളെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Question 22. An electric heater calibrated to 1.5 kilowatt and 230 volt is connected to a household branch circuit having 5 ampere fuse wire and is made to work. What will happen? അതായത് 1.5 കിലോ വാട്ട് 230 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു വൈദ്യുത ഹീറ്റർ 5 ആംപിയറേജ് ഫ്യൂസ് ഉൾപ്പെടുത്തിയ ഒരു ഗാർഹിക ശാഖാ സർക്യൂട്ടിൽ ഘടിപ്പിച്ച് പ്രവർത്തിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? വിശദീകരിക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വിലകൾ ആദ്യം ശ്രദ്ധിക്കുക. അതായത് 1.5 കിലോ വാട്ടാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. പവർ എത്രയാണ്? 1.5 കിലോ വാട്ട്. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1.5 × 1000, അതായത് 1500 വാട്ട്. അപ്പോൾ അതിൻ്റെ പവറാണ് 1500 വാട്ട്. പിന്നെന്താ തന്നിട്ടുള്ളത്? 230 വോൾട്ട്, അതിൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 230. അപ്പോൾ അവിടെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ കറണ്ട് കാണാൻ എളുപ്പമാണ്. പവറിൻ്റെ സമവാക്യം വെച്ചാൽ മതി. പവർ P = VI ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ കറണ്ട് = പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ് അല്ലേ. പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. പവർ, അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എന്ത് വരും? പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. അപ്പോൾ 1500 ഡിവൈഡഡ് ബൈ 230. അപ്പോൾ 1500 നമ്മൾ 230 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 6.52 ആംപിയർ ആണ്. അതായത് കറണ്ട് I = P ഡിവൈഡഡ് ബൈ V. ഇത് ബോർഡിൽ എഴുതണ്ടാവും, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ വിലകൾ രണ്ടും ഡിവൈഡ് ചെയ്യുക. = 1500 ഇവിടുത്തെ പവറാണ് ഡിവൈഡഡ് ബൈ 230 എന്നുള്ള ഇവിടുത്തെ വോൾട്ടേജ്. സോ 1500 ബൈ 230 = 6.52 ആംപിയർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന കറണ്ട് 6.52 ആംപിയർ ആണ്. എത്ര ആംപിയറിൻ്റെ ഫ്യൂസ് വയറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? 5 ആംപിയറിൻ്റെ ഫ്യൂസ് വയറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഫ്യൂസ് വയർ ഉരുകി പൊട്ടി പോവും. സ്വാഭാവികമായിട്ട് പൊട്ടും, കാരണം ഇവിടെ കറണ്ട് കൂടുതലാണ്. Question 23. Which are the devices connected in series in a household circuit? ഗൃഹവൈദ്യുതീകരണത്തിൽ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ശ്രേണി രീതിയിൽ നമ്മൾ ഘടിപ്പിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫാൻ, സ്വിച്ച്, റെഗുലേറ്റർ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ ഫാന്, സ്വിച്ച്, ഫാൻ, റെഗുലേറ്റർ എന്നിവ നമ്മൾ ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കേണ്ടത്. കാരണം എന്നാലേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ ഘടിപ്പിക്കുന്നത്. Question 24. What can be done to save electrical energy in schools and houses? വൈദ്യുതോർജം സംരക്ഷിക്കാൻ വീടുകളിലും സ്കൂളുകളിലും ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതൊന്ന് ഷോർട്ടാക്കി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. ഫസ്റ്റ്, ടേൺ ഓഫ് ദ സ്വിച്ച് ഓഫ് ഫാൻ, ലൈറ്റ് എക്സെട്ര ആഫ്റ്റർ യൂസ്. അവോയ്ഡ് ഫ്രീക്വൻറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് റെഫ്രിജറേറ്റർ ഡോർ. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. ഒഴിവിടുന്ന സമയമൊക്കെ ഫ്രിഡ്ജ് തുറന്നു നോക്കും അല്ലേ. എന്തെങ്കിലും ഒന്ന് അതിലുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് നോക്കൽ ഒരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ തുറക്കുന്നത് പലപ്പോഴും അമിത കറണ്ട് ബില്ല് ഉണ്ടാവാൻ കാരണമാവും. 3. ക്ലോസ് ദ ടാപ്സ് ആഫ്റ്റർ യൂസ്.
4. Use LED bulb instead of filament lamp and CFL. അതായത് ആവശ്യം കഴിഞ്ഞാൽ ഫാന്, ലൈറ്റ് എന്നിവയുടെ സ്വിച്ച് ഓഫ് ആക്കുക. റെഫ്രിജറേറ്റർ ഡോർ ഇടയ്ക്കിടെ തുറക്കുകയും അടക്കുകയും ചെയ്യാതിരിക്കുക. ടാപ്പിലെ വെള്ളം ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായിട്ട് അടക്കുക. സാധാരണ ബൾബ്, CFL എന്നിവയ്ക്ക് പകരം പരമാവധി നമ്മൾ ഏത് ബൾബ് ഉപയോഗിക്കുക? LED ബൾബ് ഉപയോഗിക്കുക. Why do some mobile phone use 3-pin plugs? ചില മൊബൈൽ ഫോണിന്റെ ചാർജുകൾ നോക്കിയാൽ മനസ്സിലാവും അതിൽ 3-pin പ്ലഗ് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ? ഈ 3-pin പ്ലഗ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അത് എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണ മൊബൈൽ ചെറിയ വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ DC ആണ് ഉപയോഗിക്കുന്നത് ചാർജ് ചെയ്യാൻ. അപ്പോൾ അതിനെന്തിനാണ് 3-pin വെക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ മൊബൈൽ സത്യത്തിൽ 3-pin എന്ന് പറയുന്നത്, മൂന്നാമത്തെ പിൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്ലാസ്റ്റിക് പിന്നായിരിക്കും. നമ്മൾ പ്ലാസ്റ്റിക് വെക്കുന്ന എന്തുകൊണ്ടാ വെച്ചാൽ ഇതിൽ എർത്ത് പിന്നിന്റെ സ്ഥാനത്തുള്ളത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു പിന്നാണ്. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി സോക്കറ്റുകളുടെ ഫേസ് ന്യൂട്രൽ സോക്കറ്റുകൾ അടുപ്പമുള്ളവയായിരിക്കും. എർത്ത് സോക്കറ്റിൽ പിൻ കയറിയാൽ മാത്രമേ മറ്റു 2 സോക്കറ്റുകൾ തുറക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം സോക്കറ്റുകൾ 2-pin ഘടിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ഈ പ്രയാസം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊബൈൽ ചാർജറുകളിൽ 3-pin പ്ലഗ് ഉപയോഗിക്കുന്നത്. അതായത് മൂന്നാമത്തെ 3-pin കണക്ട് ചെയ്താൽ മാത്രമേ മറ്റ് സോക്കറ്റിൻ്റെ അടഞ്ഞു കിടക്കുന്ന സോക്കറ്റ് തുറയുള്ളൂ. അപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് 3-pin ഉപയോഗിക്കുന്നത്. In 3-pin plug of mobile, plastic pin is fixed in the place of earth pin. As a part of safety measures, the phase neutral holes in the socket may be closed with caps. Only after earth pin enters the other 2 socket will be open. Inserting 2-pin plugs in such socket may be difficult. 3-pin plug is used in mobile charger for solving this problem.